So starting with Ranjini ma'am, എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ഓഡിയോ ലോഞ്ചിൽ? ആദ്യമായിട്ട് പറയാനുള്ളത്, ഈസ്റ്റ് കോസ്റ്റ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് വിജയേട്ടൻ നടത്തുന്ന എല്ലാ പരിപാടിക്കും സ്ഥിരം ആങ്കറായിരുന്നു ഞാൻ. അതുകൂടാതെ ഇപ്പോൾ കുട്ടി സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഗുരു തന്നെയാണ്. നിങ്ങൾ പറയുന്ന പോലെ തമാശക്കാരനൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതിഭീകരനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിഗംഭീര ആഘോഷത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾക്കൊക്കെ വിജയേട്ടൻ. വിജയേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഇരുന്നാലും നമ്മളവിടെ എത്തിയിരിക്കും. അത്രയ്ക്കും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. മാത്രമല്ല, വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ ആൾരൂപം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലേ വിജയേട്ടാ? പ്രണയത്തിന്റെ ആൾരൂപം. ഇങ്ങനെയൊക്കെ മനുഷ്യനെ പ്രണയിക്കാനും പ്രണയത്തെക്കുറിച്ച് പറയാനും പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ സിനിമയിൽ പാട്ടുകൾ കണ്ടപ്പോൾ ധ്യാനിനെ വേറൊരു രീതിയിലാണ് ഞാൻ കണ്ടത്. പലർക്കും തോന്നിയിട്ടുണ്ടാവും ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കാമുകൻ അല്ലേ? എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണോ എന്ന്. സാധാരണഗതിയിൽ അലമ്പായിട്ടൊക്കെയാണ് കാണാറ്. പക്ഷെ ഇന്ന് ഈ സിനിമയിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ എല്ലാവരെയും കൂടെ ഇരിക്കാൻ, ഈ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ പറ്റിയത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് ദിലീപ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷം. ഈ സിനിമ വലിയൊരു വിജയമായിട്ട് മാറും, ഉറപ്പാണ്. എല്ലാ ആശംസകളും സ്നേഹവും. എല്ലാവർക്കും നമസ്കാരം. വരാൻ സാധിച്ചത് വളരെ സന്തോഷം. ധ്യാനിനെ കണ്ടിട്ട് ഈ പടം എന്തായാലും സക്സസ് ആണ്. എൻ്റെ കഴിയുന്നൊക്കെ വലിക്കും, ഉറപ്പ്. പിന്നെ ഒരു കാര്യം, വിജയേട്ടൻ, ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ച പടത്തിലല്ല, ഞാൻ അഭിനയിക്കാത്തൊരു പടത്തിലാണ് കൂടുതൽ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത്. ഞാൻ അഭിനയിച്ചില്ലെങ്കിൽ ആ പടം നന്നായി ഓടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ അഭിനയിച്ചു എന്ന് വരുന്ന ഓടി വരെയല്ല. ഇവിടെ വരാൻ കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ രഞ്ജിനിയാണ്. എന്നോട് പെട്ടെന്ന് വിളിച്ചു. പക്ഷേ വിജയേട്ടൻ ഞാൻ പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. പക്ഷേ എണ്ണക്കറുപ്പിന് ഏഴഴക് എന്നുള്ള പാട്ട് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ്. കാരണം ഞാൻ പണ്ട് ഇപ്പം ഇത്തിരി വെളുത്തുപോയി, പണ്ട് കുറച്ചുകൂടി കറുപ്പായിരുന്നു. ആ പാട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളതാണ്, എണ്ണക്കറുപ്പിന് ഏഴഴക്. അതുപോലെ വിജയേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല പ്രണയിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള എല്ലാവർക്കും ആ പാട്ടുകൾ എപ്പോഴും മനസ്സിലുണ്ടാവും. അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ ഇത്രയും ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ഒരുപാട് പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന എൻ്റെ ധ്യാനും, വിഷ്ണു, മാനസ, നമ്മുടെ കുറേ പേരുണ്ട്, സുഖി, അങ്ങനെ കുറേ പേര്, ഞാൻ അഭിനയിക്കാത്ത ഒത്തിരി പേരൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ കൂടാതെ ദിലീപേട്ട കൂടെ ഈ സമയത്ത് എനിക്ക് കാണാൻ കുറേ നാളായി. ഞങ്ങൾ ഇപ്പോഴും പടം ചെയ്തിട്ട് ഇപ്പം ഞാൻ പോയി പറഞ്ഞേ ഉള്ളൂ, മറക്കല്ല കേട്ടോ, വല്ലപ്പോഴും വിളിച്ച് ഒരു സീനേ ഉള്ളൂ, വന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് എനിക്ക് അഭിനയിക്കാൻ ഓരോ പടത്തിലും ചെയ്ത പടം, ചെസ്സായാലും എന്താണെങ്കിലും ഒരു സീനല്ലേ എന്നെ വിളിച്ച് അഭിനയിക്കാനുള്ള ചാൻസ് തന്നിട്ടുള്ള ആളാണ്. ഞങ്ങൾ തൊട്ടടുത്ത അയലക്കും കൂടിയാണ് ഇപ്പോൾ ദിലീപേട്ടൻ. എന്നാൽ ഈ സമയത്ത് ഇവിടെ വരാനും ഈ പടത്തിന് ഒരാശംസ നൽകാൻ എനിക്കൊരു അവസരം തന്നതിൽ സന്തോഷം. വീണ്ടും ഇതിന്റെ ഒരു 100ാം ദിവസം ആഘോഷിക്കുമ്പോൾ വിജയേട്ടൻ എന്നെ വിളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പടത്തിൽ അഭിനയിച്ചില്ലെങ്കിൽ ഈ പടം 100 ദിവസം ഓടട്ടേന്നും നല്ല രീതിയിൽ തന്നെ ഈ പടം മുന്നോട്ട് പറ്റുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പാട്ട് നന്നായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റേജിൽ പാടിയ പാട്ട് അടിപൊളിയായിരുന്നു. അത് കേൾക്കാനുള്ള ഒരു സന്ദർഭം എനിക്ക് കിട്ടിയ സന്തോഷം. വിളിച്ചതിന് രഞ്ജിനിയോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റിന്റെ പാട്ടുകളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ അത്രയധികം സ്വാധീനം ചെലുത്തിയതാണ്. തീർച്ചയായിട്ടും വിജയൻ സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത്, നല്ലൊരു വേഷം തന്നതിലും, അത് പ്രത്യേകിച്ച് കൊല്ലാത്ത വേഷമാണ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സിനിമയിൽ മരിക്കുന്നില്ല, നമുക്ക് അത് വലിയൊരു ആക്ടർ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ വിജയൻ സാറിന് ഒരുപാട് സന്തോഷം. ക്യാമറമാൻ, മേക്കപ്പ്, സജിത്തേട്ടൻ, രാജീവേട്ടൻ, ഫുൾ പ്രൊഡക്ഷൻ ടീം, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഈ ഫിലിമിൽ ഞാനൊരു വേഷം ചെയ്യുന്നു. എനിക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ഈസ്റ്റ് കോസ്റ്റ് വിജയേട്ടൻ. നമ്മൾ ചെറുപ്പം മുതലേ ഈ പേര് കേട്ടാൽ നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പടത്തിൽ നമുക്കൊരു വേഷം കിട്ടുന്നു, നമ്മൾ ചെയ്യുന്നു, സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് ദിലീപേട്ടൻ. നമ്മുടെ ഓഡിയോ ലോഞ്ച് ചെയ്തു, നമ്മളെ
സ്റ്റേജിൽ നിൽക്കുന്നു. താങ്ക് യു. യെസ്, ഷൈനി മാം. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ഈസ്റ്റ് കോസ്റ്റ് ജെൻ സാറോടാണ്. ഇത്രയും എല്ലാവരും ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന അതേ എപ്പോൾ നോക്കിയാലും സാറിൻ്റെ മനസ്സിൽ ഓർക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു റെസ്പെക്റ്റാണ് വരുന്നത്. ആ സാറിൻ്റെ കീഴിൽ എനിക്ക് ഈ പടത്തിൽ ഭാഗമാവാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സർ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിൽ എല്ലാറ്റിനേക്കാളും ഉപരി എൻ്റെ നാട്ടുകാരൻ കൂടിയായ സന്തോഷ് കീഴാറ്റൂര്, സന്തോഷ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും കൂടെ പറ്റി പേരായിട്ട് കൂടുതൽ പറയുന്നില്ല. താങ്ക് യു. നമ്മുടെ ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.